നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമിയിൽ കപ്പ നടാൻ കുഴിയെടുത്തപ്പോൾ ശിവലിംഗവും അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുമെന്നാണ് പലരും കരുതിയിരുന്നത്. ഇത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിടവിന് അല്ലെങ്കിൽ അകൽച്ചയ്ക്ക് കാരണമാകുമെന്നും നിലവിൽ കത്തോലിക്ക സഭയും BJPയും തമ്മിലുള്ള ആ ബാന്ധവത്തിന് ഇത് നന്നായി പരിക്കേൽപ്പിക്കും എന്നൊക്കെയായിരുന്നു പലരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ സംഘടനകളും പാലാ രൂപതയും ഒരുമിച്ചിരുന്ന് നിഷ്പ്രയാസം ഈ വിഷയം പരിഹരിക്കുകയുണ്ടായത്. കേരളത്തിൽ നിലയ്ക്കൽ സമരം പോലെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ അകൽച്ച ഉണ്ടാകുമെന്നും അത് BJPക്കും കത്തോലിക്ക സഭയ്ക്കും ഒരേപോലെ ദോഷം ചെയ്യുമെന്നുമൊക്കെയാണ് പലരും കരുതിയിരുന്നത്, പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത്. 1983 കാലത്ത് നിലയ്ക്കലിൽ ഒരു കുരിശ് കണ്ടെത്തിയെന്നും അവിടെ ശബരിമല പൂങ്കാവനത്തിൽ ഉൾപ്പെടുന്ന നിലയ്ക്കലിൽ കണ്ടെത്തിയ കുരിശിൻ്റെ സ്ഥാനത്ത് പള്ളി വേണമെന്നുള്ള ആവശ്യം ഉയരുകയും ചെയ്തതോടെ വലിയൊരു സംഘർഷഭൂമിയായി കേരളം മൊത്തത്തിൽ മാറിയിരുന്നു. ഇത്തവണയും അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുമെന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത്, എഴുതി പിടിപ്പിച്ചത്, പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്തത്. എന്നാൽ 83 അല്ല 2025 എന്ന് തെളിയിച്ചുകൊണ്ട് RSS നേതൃത്വവും പാലാ രൂപതയും കത്തോലിക്ക സഭയുടെ ഉന്നത നേതൃത്വവും പുരോഹിതവൃന്ദവും ഒരുമിച്ചിരുന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ വിഷയം പരിഹരിക്കുകയാണ് ഉണ്ടായത്. യാതൊരു വർഗീയ മുതലെടുപ്പിനും രാഷ്ട്രീയ മുതലെടുപ്പിനും ഇടം കൊടുക്കാതെ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വവും പാലാ രൂപതയുടെയും കത്തോലിക്ക സഭയുടെയും നേതൃത്വവും കാണിച്ച ആർജവം ഇപ്പോൾ എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയാണ്. ഈ വിഗ്രഹം കണ്ടെത്തിയ ഭൂമിയിൽ, അമ്പലത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ ഭൂമിയിൽ അതുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്നം നടത്താമെന്നും ദേവപ്രശ്നം നടത്തിയതിന് ശേഷം എന്താണ് അതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കിയ ശേഷം, അറിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ സംഘപരിവാർ നേതാക്കളും പാലാ രൂപതയും തീരുമാനമെടുത്തത്. ഇവിടെ ദേവപ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടെങ്കിൽ ആ സാന്നിധ്യം അത് ആവാഹിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഇരുത്തുകയോ അല്ലെങ്കിൽ ഈ വിഗ്രഹം കണ്ടെത്തിയ ഭൂമിയിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാമെന്നുള്ള നിലപാട് പാലാ രൂപത കൈക്കൊണ്ടതോടെ സംഘർഷം എന്ന സാധ്യതയെ ഇല്ലാതായി. ഇതോടെ പലർക്കും നിരാശയായെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വളരെ ബുദ്ധിപൂർവം ഈ വിഷയം പാലാ രൂപതയും സംഘപരിവാർ നേതൃത്വവും കൈകാര്യം ചെയ്തു. കാരണം തിരഞ്ഞെടുപ്പ് 2026 ഏതാണ്ട് 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നിലവിൽ ക്രൈസ്തവ സമൂഹവും BJPയും തമ്മിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം ഇതോടുകൂടി ഇല്ലാതാകുമെന്നാണ് പലരും കരുതിയിരുന്നത്. ശരിയാണ്, ഈ വിഷയം നീണ്ടുപോവുകയും ഇതിൽ പലരും മുതലെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ അകൽച്ച ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമായിരുന്നു. അത് BJPക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ദോഷം ചെയ്യുമായിരുന്നു. എന്നാൽ ബുദ്ധിപൂർവം കത്തോലിക്ക സഭയുടെ നേതൃത്വവും RS നേതൃത്വവും ഇടപെടുകയും ആർക്കും ഒരു മുതലെടുപ്പിനും ഇടം കൊടുക്കാതെ ഈ വിഷയം ഭംഗിയായി പരിഹരിക്കുകയും ചെയ്തു. ഇതോടെ പലരും നിരാശയിലായെന്നാണ് BJPയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് CPM, കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ അല്പം നിരാശയിലാണെന്ന് ചില BJP നേതാക്കൾ പറയുന്നുണ്ട്. ഈ വിഷയം തിളച്ചു മറിഞ്ഞാൽ BJP മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെടും എന്നുള്ള ചില വിചാരങ്ങളൊക്കെ പല രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് CPM നേതാക്കൾക്കുണ്ടായിരുന്നുവെന്നും അതെല്ലാം തങ്ങൾ ബുദ്ധിപൂർവ്വം ഇടപെട്ട് പരിഹരിച്ചുവെന്നുമാണ് ചില BJP നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും കത്തോലിക്ക സഭയും പാലാ രൂപതയും കൈക്കൊണ്ട ആർജവമുള്ള നിലപാടുകളെ തങ്ങൾ അഭിനന്ദിക്കുകയാണെന്നാണ് RSS നേതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. തങ്ങൾ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് കാണാൻ പാലാ രൂപതയ്ക്കും കത്തോലിക്ക സഭയ്ക്കും കഴിഞ്ഞുവെന്നും അവരുടെ കൂടി ആർജവത്വമുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കപ്പെട്ടതെന്നും ദേവപ്രശ്നത്തിന് ശേഷം ഇവിടെയുള്ള ദേവചൈതന്യം ഉണ്ടെങ്കിൽ അതിനെ അടുത്തുള്ള അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു തരാനോ പാലാ രൂപത ഒരുക്കമാണെന്നുള്ള തരത്തിലുള്ള സന്ദേശം നൽകിയതോടെയാണ് ഈ വിഷയം അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലുള്ള വിവാദം സമ്പൂർണ്ണമായി അവസാനിച്ചത്. ഇതേതായാലും BJPക്കും കത്തോലിക്ക സഭയ്ക്കും കേരളത്തിൽ ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ്.